നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന നടി ഹണി റോസിന്റെ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ദിവസം വളരെ നാടകീയമായിട്ടായിരുന്നു വയനാട്ടിലെ തന്റെ തന്നെ റിസോർട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം വലിയ പോലീസ് സന്നാഹത്തോടെ അദ്ദേഹത്തെ എറണാകുളത്ത് എത്തിച്ചു. ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. മുൻകൂർ ജാമ്യത്തിന് പോലും ശ്രമിക്കാൻ പിണറായി സർക്കാർ അവസരം നൽകിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അറസ്റ്റ് ചെയ്തിട്ട് അന്ന് മജിസ്ട്രേറ്റിന് മുന്നിലും ഹാജരാക്കിയില്ല. മജിസ്ട്രേറ്റ് ജാമ്യം അനുവദിച്ചാൽ പുറത്തിറങ്ങുമെന്ന വിലയിരുത്തലിലാണ് പരമാവധി കസ്റ്റഡി സമയമായ 24 മണിക്കൂർ സ്റ്റേഷനിൽ വെച്ചതെന്നാണ് വിലയിരുത്തൽ. ബോച്ചയുടെ ഇന്നലത്തെ രാത്രി മുഴുവൻ സ്റ്റേഷൻ ബെഞ്ചിലായിരുന്നു. ഇന്നലെ രാവിലെ 8-ന് വയനാട് മേപ്പാടി കള്ളാടിക്കടുത്തുള്ള ബോച്ചെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വാഹനം വളഞ്ഞ് എറണാകുളം സെൻട്രൽ പോലീസാണ് ബോബിയെ പിടികൂടിയത്. പോലീസ് വാഹനത്തിലെ ഒരു പകൽ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് ബോബിയെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. രാത്രി 7-ന് സ്റ്റേഷനിലേക്ക് കയറി. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ സമയം 7:30 കഴിഞ്ഞു. 2 മണിക്കൂറിലേറെ ചോദ്യം ചെയ്തു. തുടർന്ന് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന. ലൈംഗിക അധിക്ഷേപത്തിനും അതിക്രമത്തിനും ഭാരതീയ ന്യായ സംഹിതയിലെ 75(1)(4) വകുപ്പുകളും IT ആക്ടിലെ 6-7 വകുപ്പും പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ലൈംഗിക അതിക്രമം ജാമ്യമില്ലാ വകുപ്പായതിനാൽ പ്രതിക്ക് ജാമ്യത്തിനായി കോടതിയെ സമീപിക്കേണ്ടി വരും. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹണി റോസ് ഇന്നലെ മൊഴിയും നൽകിയിട്ടുണ്ട്. ഇതിന്റെ പകർപ്പും അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും. പകർപ്പ് ലഭിച്ച ശേഷം ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയതിനാൽ ബോബിയുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കും. രാമൻപിള്ള അസോസിയേറ്റ്സ് ആണ് ബോബിക്ക് വേണ്ടി ഹാജരാകുന്നത്. ADGP മനോജ് എബ്രഹാം, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തുടങ്ങിയവരെ കൊണ്ട് പരാതി അറിയിച്ച ഹണി റോസിനെ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള പിന്തുണ ഉറപ്പുകിട്ടിയിരുന്നു. ഇന്ന് പ്രതിക്കൂട്ടിൽ ബോബി നിൽക്കും. അഡ്വക്കേറ്റ് B രാമൻപിള്ളയുടെ വാദങ്ങൾ ബോബിയെ രക്ഷിച്ചെടുക്കുമോ? ഇതാണ് കേരളത്തിലെ പ്രധാന ചർച്ച. പോലീസ് കസ്റ്റഡിയും അറസ്റ്റും കോടതിക്കൂട്ടിലെ നിൽപ്പും ബോബിക്ക് പുതിയ അനുഭവമാണ്. പക്ഷേ കോടതിയിലേക്ക് എത്തുന്ന ബോബിയെ റിമാൻഡ് ചെയ്താൽ ഉണ്ടാകാൻ ഇടയുള്ള ജയിൽ ജീവിതം മുതലാളിക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. കേരളത്തിലെ ജയിലിൽ കിടക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് അഡ്വക്കേറ്റ് B രാമൻപിള്ളയെ അഭിഭാഷകനാക്കുന്നത്. ലൈംഗിക അധിക്ഷേപ കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഇതിനു മുന്നോടിയായി അദ്ദേഹത്തെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. പുലർച്ചെ 5 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ രണ്ടാമത് വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബോബി ചെമ്മണ്ണൂരിനെ തിരികെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. വ്യാഴാഴ്ച രാവിലെ ഏത് സമയത്ത് വേണമെങ്കിലും പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്ന തരത്തിലാണ് പോലീസ് നടപടികൾ നീക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള അപേക്ഷ പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ബോബി ചെമ്മണ്ണൂരിന്റെ നിയമസംഘവും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തുടരുന്നുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ചോദ്യം ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന്റെ മൊബൈൽ ഫോണും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കുമെന്നാണ് വിവരം. ഇതിനിടെ കേസിലെ പരാതിക്കാരിയായ നടി ഹണി റോസ് കഴിഞ്ഞ ദിവസം വൈകിട്ട് കോടതിയിലെത്തി രഹസ്യമൊഴി നൽകിയിരുന്നു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് നടി രഹസ്യമൊഴി നൽകിയത്. ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പോലീസ് നടപടിയിൽ ഹണി റോസ് നന്ദി അറിയിച്ചിരുന്നു. കേരള സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള പോലീസിനും താനും തന്റെ കുടുംബവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു എന്നായിരുന്നു ഹണി റോസിന്റെ പ്രതികരണം. എന്നാലും സർക്കാർ അടക്കം ബോബിക്കൊപ്പം നിൽക്കാത്തതിന് പിന്നിലെ കഥ എന്താണെന്നാണ് പിടികിട്ടാത്തത്. കേരള CM അടക്കം വിളിച്ച് നേരിട്ടുള്ള പിന്തുണയാണ് ഹണി റോസിന് നൽകിയിരിക്കുന്നത്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമായി ചേർന്ന് വിനോദസഞ്ചാര മേഖലയ്ക്കായി സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടും തന്നെ ഒരു രാത്രി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയതിൽ ബോബി ചെമ്മണ്ണൂർ കടുത്ത നിരാശയിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ടൂറിസം വികസനത്തിലുള്ള സർക്കാർ പദ്ധതികൾക്ക് വലിയ പിന്തുണ നൽകി. വയനാട്ടിലെ ഫാം ഹൌസിൽ നിന്ന് കാറിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്ത് കാത്തിരുന്ന പോലീസ് സംഘം കാർ വളഞ്ഞായിരുന്നു ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോകുകയോ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയോ ചെയ്യുന്നത് തടയാനായിരുന്നു ഈ നീക്കം. ഫാം ഹൌസിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബോബിയെ പിന്നീട് AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നിന്ന് പോലീസ് സംഘം കൊച്ചിയിലേക്ക് തിരിച്ചു. നോട്ടീസ് നൽകിയാൽ താൻ പോലീസിന് മുന്നിൽ എത്തുമായിരുന്നു. പക്ഷേ കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്തതുപോലെയായി കാര്യങ്ങൾ. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് വ്യവസായി എന്ന നിലയിൽ എല്ലാ പിന്തുണയും നൽകിയ തന്നോട് ഇത് വേണ്ടായിരുന്നു എന്ന പക്ഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റേത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തി തന്നെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്ന് ബോബി ചെമ്മണ്ണൂർ തിരിച്ചറിയുന്നു. നടി ഹണി റോസിന്റെ പരാതിയിൽ അതിവേഗ നടപടികൾ അനിവാര്യമാണെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതും മനോജ് എബ്രഹാമാണ്.
സർക്കാരിന്റെ എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന പോലീസിനായി സേന മാറ്റാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരായ നീക്കം. പൊതുസമൂഹത്തിൽ ഏറെ അവമതിപ്പുണ്ടാക്കിയ നടപടികളും പ്രതികരണങ്ങളുമാണ് ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂർ നൽകിയത്. ഇതേക്കുറിച്ച് ഹണി റോസ് മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയത് നിർണായകമായി. നടിയുമായി ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രാഹാം ആശയവിനിമയം നടത്തി. ബോബി ചെമ്മണ്ണൂരിന്റെ പോസ്റ്റുകളും സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളുമെല്ലാം ADGP പരിശോധിച്ചു. വയനാട്ടിലേക്കുള്ള പോലീസ് നീക്കം വളരെ കുറച്ചുപേർ മാത്രമേ അറിഞ്ഞുള്ളൂ. രഹസ്യാത്മകത നിലനിർത്തണമെന്ന കൊച്ചി പോലീസിന് നിർദ്ദേശവും നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെയുള്ള നീക്കങ്ങൾ. ഏതായാലും ഇന്ന് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന ചോദ്യം.